അപ്പോൾ ഈ വാർത്തകൾക്കിടയിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടി കുറച്ച് ശ്രദ്ധിക്കാം. ശരീരത്തിനും മനസ്സിനും കരുത്തും ശാന്തതയും നൽകാൻ അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ശ്വാസത്തെ നിയന്ത്രിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്ന യോഗയിലെ പ്രധാന ശ്വസനാഭ്യാസമായ പ്രാണായാമത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചാണ്. ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസികാരോഗ്യവും സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറെ പ്രധാനമാണ്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവും ശാന്തതയും നൽകുന്ന മികച്ച മാർഗങ്ങളിലൊന്നാണ് യോഗ. ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് പ്രാണായാമമാണ്. അധമ പ്രാണായാമം ചെയ്യുന്നതിലൂടെ ശ്വാസകോശത്തിൻ്റെ താഴത്തെ അറകളിലേക്ക് വായു എത്തുവാൻ സഹായിക്കുകയും ശരീരം പൂർണ്ണമായി വിശ്രമിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ദഹനം സുഗമമാക്കുന്നതിനും സഹായിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും രക്തശുദ്ധി വരുത്തുന്നതിനും അധമ പ്രാണായാമം സഹായിക്കും. കറക്ഷൻ ഓഫ് ബ്രീത്തിങ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. സാധാരണഗതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ഒരു തിരക്കുള്ള ജീവിതത്തിൽ അല്പം മാത്രം ശ്വാസം ഉള്ളിലെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു 500 ml മാത്രമാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഇൻഹലേഷൻ. വെറാസ് നമുക്കൊരു അനദർ 2 liters കൂടെ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ കഴിയും. ഈ ഇൻഹലേഷൻ കാണിക്കുന്നത് നമ്മുടെ ലൈഫിൻ്റെ സ്ട്രെസ്സാണ് എന്നുള്ളതാണ് യോഗയിലൂടെ നമ്മൾ അനുഭവിച്ചു വരുന്നത്. സാധാരണഗതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തൊറാസിസ് റീജിയൻ മാത്രമാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ദെൻ ലോവർ റീജിയൻ ആൻഡ് മിഡിൽ റീജിയൻ എന്നുള്ള രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കായി 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ലങ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ലോവർ റീജിയൻ, മിഡിൽ റീജിയൻ ആൻഡ് അപ്പർ റീജിയൻ. ലോവർ റീജിയനിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെ 3 ഭാഗങ്ങൾ, ലോവർ റീജിയനിലേക്ക് മാത്രം 3 ഭാഗങ്ങൾ, അതിന് ഉതകുന്ന രീതിയിലെ 2 ആസനകൾ, പിന്നെ മിഡിൽ റീജിയനിലേക്ക് വേണ്ടി മാത്രം 3 ഭാഗങ്ങൾ, അതിനുതകുന്ന രീതിയിൽ 2 ആസനകൾ, അപ്പർ റീജിയനിലേക്ക് മാത്രം ആയിട്ട് 3 ഭാഗങ്ങൾ, അതിനുതകുന്ന രീതിയിൽ 2 ആസനകൾ. ഈ രീതിയിലാണ് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. ദ ഫസ്റ്റ് വൺ, ആദ്യത്തെ സ്പർശമുദ്ര, കയ്യ് യെസ്, ദ അതർ ഹാൻഡ് ഓൺ ചിന്മുദ്ര, ഇടത് കൈ വെച്ചോളൂ. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഡയഫ്രത്തിൻ്റെ ഭാഗം മാത്രം മുന്നിലേക്ക് വരുന്നു. Inhale, exhale. ഒരു ആസനയാണ് രണ്ടാമത് ചെയ്യാൻ പോകുന്നത്. കൈകൾ മുന്നിലേക്ക് വയ്ക്കാം. യെസ്, ഒരല്പം മുന്നിലേക്ക് നോക്കി നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വിടാം. ഇറ്റ്സ് മെയിൻലി മെൻ ഫോർ ലോവർ റീജിയൻ. Inhale, exhale. Inhale, exhale. മെല്ലെ നിവർന്നിരിക്കാം. ഇനി നമുക്ക് ഇരുവശങ്ങളിലേക്കായി കൈവച്ച് ഇവിടെ ലോവർ ഇവിടെ ലോവർ റീജിയൻ. നമ്മുടെ ഒരു അസംഷനിൽ ഇരുവശത്തേക്കും ശ്വാസകോശം നന്നായി എക്സ്പാൻഡ് ആകുന്നു എന്നുള്ള രീതിയിൽ വേണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ. Inhale, very good. Exhale. Inhale, exhale. ഇതിലൂടെ ബ്രീത്ത് കറക്ഷൻ മാത്രമല്ല, നല്ലൊരു സ്ട്രെസ് റിലീഫ് കൂടെയാണ് ഈ തരത്തിലുള്ള പ്രാണായാമ. അധമ പ്രാണായാമ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി മധ്യപ്രാണായാമമാണ്. മധ്യപ്രാണായാമം എങ്ങനെ ചെയ്യാമെന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.